പരിശുദ്ധമായ ഈ അൾത്താരയിൽ നിന്ന് ദൈവകുമാരൻ്റെയും മാതാവിൻ്റെയും മുന്നിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ തിരുക്കുമാരനോടും കൃപാസന മാതാവിനോടും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പേര് ആൻ എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ഒക്ടോബർ 2022 ഞാൻ അന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് മാതാവിന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയത്. എൻ്റെ ഹസ്ബൻഡിന് അവിടെ വിസയുടെ കാര്യം ഓക്കെ ആവാനും പിന്നെ ഞങ്ങൾക്ക് അധികം സ്ട്രഗിളിങ് ഒന്നുമില്ലാതെ മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി പോകാനായിരുന്നു ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോയിട്ടുള്ള ഒരു UK പോയിട്ടുള്ള ഒരു ആൾക്കാരുടെ ഒരു സ്ട്രഗിളിങ്ങോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്താലും അതിൽ മാതാവിൻ്റെ ഒരു ഇടപെടൽ ശരിക്കും ഫീൽ ചെയ്തായിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ മാതാവിനോട് വിസയുടെ കാര്യം ചോദിച്ചത്. അപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വിസ വേണം, അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒക്ടോബർ, അതായത് ഒക്ടോബർ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ UK ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ മെയിലാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. എൻ്റെ ഹസ്ബൻഡ് അതിൽ 2 വീക്സിനിൽ തന്നെ ഹസ്ബൻഡിൻ്റെ വിസ വന്നു, പക്ഷേ എൻ്റെ വിസ മാത്രം വന്നില്ല. അപ്പോൾ ഫസ്റ്റ് മന്ത് വെയിറ്റ് ചെയ്തു, സെക്കൻഡ് മന്ത് വെയിറ്റ് ചെയ്തു, തേർഡ് മന്ത് വെയിറ്റ് ചെയ്തു, ഫോർത്തായിട്ടും വിസ വന്നില്ല. അപ്പോഴേക്കും ഓഗസ്റ്റായി. അപ്പോൾ അതിൽ 2 മാസത്തിൽ ഞാൻ ഒക്ടോബറിൽ ഇവിടെ വരണം, ഉടമ്പടി എടുക്കണമെന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചേക്കാം. പക്ഷേ എൻ്റെ വിസ ഓക്കെ ആവാണ്ടായപ്പോൾ കുറച്ച് ടെൻഷനായി. ഞങ്ങൾ അവിടുത്തെ MP-നെയൊക്കെ കോണ്ടാക്ട് ചെയ്തു, പക്ഷേ വിസ എന്ത് ചെയ്താൽ ശരിയാവുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഒരു മൺഡേ മോർണിംഗ് 9:30 ഞാൻ എൻ്റെ ഇമെയിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ എത്തും ഒക്ടോബറിൽ, എൻ്റെ വിസ ശരിയാക്കി തന്നാലേ എനിക്ക് ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇപ്പം നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇമെയിൽ റിഫ്രഷ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ വിസ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ് വരണമെന്ന്. ആ സെക്കൻഡിൽ തന്നെ എൻ്റെ വിസ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു, നാട്ടിലോട്ട് വന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ മെയിൻ കാരണം ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപാണ് ഞാൻ ഉടമ്പടി എടുത്തത്. കാരണം എനിക്ക് കുറച്ച് സ്ട്രെസ്സൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് എല്ലാം ട്രൈ ചെയ്ത് അവസാനം മാതാവിനെ വിളിക്കാൻ എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ മാതാവിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും മാതാവിനോട് പറഞ്ഞ് മാതാവിനെ കൊണ്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ജോബ് ആപ്ലിക്കേഷൻ ഇട്ടത്. അപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ജാനുവരി 12 ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ 9 പക്ഷേ നെക്സ്റ്റ് ഡേ എൻ്റെ ട്രാവലായിരുന്നു UK. അപ്പോൾ നവംബർ 12 ഞാൻ ആക്ച്വലി ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നവംബർ 12 സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ജാനുവരി 12 അതെൻ്റെ പപ്പയുടെ ബ്രദർ മരിച്ച ദിവസമാണ്. അപ്പോൾ എനിക്ക് അതൊരു മെമ്മറബിൾ ഡേ ആയതുകൊണ്ട് അന്ന് എനിക്ക് ഒരു മിറാക്കിൾ നടക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചേ. അപ്പോൾ ജാനുവരി 5 ആയപ്പോഴും എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും വന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ജാനുവരി 5 ഈവനിങ് ആയപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു ബാങ്കിൽ നിന്ന് കോൾ വന്നു, ഇങ്ങനെ എൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായി, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇത് ജാനുവരി 12 ഡേറ്റിൽ ഇൻ്റർവ്യൂ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നെക്സ്റ്റ് ഫ്രൈഡേ ആണ് ഇൻ്റർവ്യൂ, വിച്ച് ഇസ് ജാനുവരി 12 എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് മാതാവ് തന്ന ജോലിയാണ്. പിന്നെ എനിക്ക് വർക്ക് ഫ്രം ഹോം വേണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ പിന്നെ എനിക്ക് വേണ്ട ഒരു സാലറി പറഞ്ഞായിരുന്നു. എനിക്ക് ഇത്രയും സാലറിയാണ് അവിടെ വേണ്ടതെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു. അതെനിക്ക് കറക്റ്റ് ഞാൻ ചോദിച്ച സാലറിയിൽ തന്നെയാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. അപ്പോൾ ഫെബ്രുവരി 12 എൻ്റെ ഉടമ്പടി തീരുന്ന ദിവസം ഞാൻ ജോലിക്ക് കയറി അവിടെ. പിന്നെ എനിക്ക് 2019 മുതൽ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ എപ്പോഴും ടാബ്ലറ്റ് കൊണ്ട് നടക്കും. എവിടെ പോയാലും എനിക്ക് വെയിലും തണുപ്പും എക്സ്ട്രീമായ മൈഗ്രെയിൻ വരും. പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ എനിക്കങ്ങനെ മൈഗ്രെയിൻ വന്നിട്ടില്ല. ഞാൻ ടാബ്ലറ്റ് കഴിക്കാറില്ല. സോ അത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. പിന്നെ
എൻ്റെ ചേച്ചിക്ക് ന്യൂസിലൻഡിൽ ബേബീസിൻ്റെ സെക്ഷനിലാണ് ചേച്ചി കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ന്യൂസിലൻഡും UK പോലത്തെ കൺട്രീസിൽ ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ ജോലി കിട്ടാൻ കുറച്ച് പാടാണ്. എൻ്റെ ചേച്ചിക്ക് അതിൻ്റെ ഞങ്ങൾ ഉടമ്പടി എടുത്ത്, എൻ്റെ ചേച്ചിമാർ 2 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ചേച്ചിക്ക് ആ സ്പെസിഫിക് ഏരിയയിൽ തന്നെ ജോലി കിട്ടി. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കണം, ഉടമ്പടിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടാൽ ഞാൻ അപ്പം പറയും നിങ്ങൾ ഉടമ്പടി എടുക്കണം. അത് നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പോലും ഞാനത് പറയും. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് ഉടമ്പടി എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്കും UK ജോലി കിട്ടി. പിന്നെ അടുത്ത കാര്യം, UK ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എൻ്റെ ഹസ്ബൻഡിനും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. ഞങ്ങൾക്ക് 2 പേർക്കും വളരെ ഈസി ആയിട്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്. പിന്നെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ 3 ഇയേഴ്സായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ തുടക്കമൊക്കെ നമുക്ക് കുടുംബ പ്രാർത്ഥനയൊക്കെ എത്തിക്കാമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും മടിയൊക്കെ ആവും. പക്ഷേ ഇപ്പോൾ ഗ്രാജുവലി നമ്മൾ ഈ ഉടമ്പടിയുടെ ഗ്രോത്ത് കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾക്ക് അങ്ങനെ പ്രാർത്ഥന എത്തിക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ സൺഡേ കുർബാനയ്ക്ക് പോകുമ്പോൾ ഒന്നും നമുക്ക് ഭയങ്കര ഇഷ്ടത്തോടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഞാൻ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ എപ്പോഴും സാക്ഷ്യങ്ങൾ കാണും. എനിക്കപ്പോൾ അതൊരു കൂട്ടുപോലെ തോന്നാറുണ്ട് ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ ഞാൻ കറക്റ്റായിട്ട് കേൾക്കാറുണ്ട്. പിന്നെ എൻ്റെ ജോലി കുറച്ച് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് രാവിലെ ഞാൻ കുർബാന കണ്ടിട്ടാണ് ഞാൻ ജോലിക്ക് കയറാറ്. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ സ്പിരിച്വൽ ഗ്രോത്ത് വന്നു. അതെനിക്ക് വളരെ സന്തോഷമായി. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ UK നിന്ന് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് നാട്ടിലുണ്ട്. അവർക്ക് ഞാൻ ഫൈനാൻഷ്യലി ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അപ്പോൾ ഫുഡൊക്കെ പാവപ്പെട്ട മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കാനും ഒക്കെ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്ന് അധികം ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും കുറേയൊക്കെ കുറച്ചും കൂടെ കൂടുതലായി മറ്റുള്ളവരെ സ്നേഹിക്കാനും എനിക്ക് പറ്റുന്നുണ്ട്. അത് മാതാവിനോട് പിന്നെ മാതാവുമായിട്ടൊരു വല്ലാത്തൊരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലും തെറ്റ് ചെയ്യാനൊക്കെ തോന്നുമ്പോൾ പോലും മാതാവിന് അത് വിഷമാവുമല്ലോ എന്നുള്ളൊരു ഫീല് ഉള്ളിൽ വരാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന ഇനിയും ഞാൻ അടുത്ത ഒക്ടോബറിൽ ഞാൻ സാക്ഷ്യം പറയാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഏശയ്യ 1:19 അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യക്തികളും കുടുംബങ്ങളുമൊക്കെ ഈശോയിലേക്ക് അടുക്കുന്നതും അതിലൂടെ അവർക്ക് കിട്ടുന്ന കൃപകളുമാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശേഷവിധിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു ചോദ്യം നമുക്ക് ഈശോയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഉടമ്പടി എടുക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് ചോദിക്കും,